ഈസ്റ്റർ പ്രമാണിച്ചതേ കാലത്തെ തന്നെ കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോണേട്ട്. അപ്പൊ ഞാനും ചേട്ടനും കൂടെ ഒരു 6:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത്ര നേരത്തെ പോയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും പട്ടാളം പോലെ ആളായിരിക്കും കേട്ടാ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നതിന് മുൻപായിട്ടേ അപ്പനെ പറഞ്ഞ് ഹാർബറിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കേര വാങ്ങാൻ വേണ്ടി. അപ്പൊ നമ്മൾ ആദ്യം ഇറച്ചിക്കടലോട്ട് വന്നു. അത്രയും നേരത്തെ വന്നിട്ട് അവിടെ 5-6 ആളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറച്ചി വാങ്ങി പിന്നെ കളത്തറയിലോട്ടാണേ പോയത് താറാവ് വാങ്ങാൻ വേണ്ടിയിട്ട്. വരുന്ന വഴി നോക്കിയപ്പോഴത്തേക്ക് നല്ല കാളാഞ്ചി ഇട്ട് വെക്കുന്നുണ്ട്. വില ചോദിച്ചപ്പോഴത്തേക്ക് 600 രൂപ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് വിട്ട്. പിന്നെ അതേ ചിക്കൻ വാങ്ങാൻ വേണ്ടി വന്ന് പിന്നെ അവിടെ നിന്ന് പോർക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ബേക്കറിയിൽ വന്നിട്ട് ഒരു കേക്കും വാങ്ങി. കാരണം ഇന്നലെ ദുഃഖ വെള്ളിയാഴ്ച ആയിരുന്നു, ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നിട്ട് ഇന്നലെ. അപ്പൊ ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ടിട്ട് നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്തില്ല. അപ്പൊ നാളെ ഈസ്റ്ററും കൂടിയാണല്ലോ, അപ്പൊ രണ്ടിന്റെയും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യാന്ന് കരുതിയിട്ട് ഒരു കേക്ക് അവിടെ നിന്ന് വാങ്ങിയേ. ഞങ്ങൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും അപ്പം മീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതേ ചേട്ടനാട്ടാ കട്ട് ചെയ്യാൻ വേണ്ടി കയറിയേക്കണത്. പിന്നെ കത്തി നമ്മൾ ഒരെണ്ണം പുതിയത് വാങ്ങിയിട്ടുണ്ടല്ലോ, നല്ല അസല് കത്തിയിട്ട് നല്ല മൂർച്ച ഉണ്ടായിരുന്നേ. ആ കത്തി ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടല്ലേ, ഞാൻ മുക്കറ കുത്തി ചത്തേണേ. അപ്പൊ ദേ മീൻ നല്ല മുളകിലാണ്ട കറി വെച്ചേക്കണം. അപ്പൊ നാളെ ആകുമ്പോഴത്തേക്ക് നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് അടിപൊളിയായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ താറാവ് കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ഞാനും ഉണ്ട് ചേട്ടനും ഉണ്ട്. അപ്പൊ കട്ട് ചെയ്യുന്ന ആള് ഞാനാണ് കേട്ടോ. കത്തി സൂപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പൊ അത് കഴുകി ഇതേ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതിനെ ഇനി ഇച്ചിരി ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കുക്കറിൽ 2 വിസിൽ കേൾപ്പിച്ചെടുക്കും കേട്ടോ. അപ്പൊ നാളത്തെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നേരത്തെ അടുപ്പിച്ച് വെക്കണത്. ഇനിയിപ്പോ ബീഫ് അരിഞ്ഞെടുക്കാം കേട്ടാ. പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ അരിയാതെ ആയിരിക്കും കേട്ടോ അവർ തന്നത്. അപ്പൊ അതേ എരിവർച്ചിക്കുള്ളതും സ്റ്റൂ ഉണ്ടാക്കാനുള്ളതും ഒക്കെ ഞാൻ വെവ്വേറെ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പൊ സ്റ്റൂവിനുള്ളത് ഇപ്പോഴേ ദേ വേവിച്ചിടുന്നുണ്ട് കേട്ടോ. എരിവർച്ചിക്കുള്ളതാണ്ട ഞാൻ ദേ തിരുമ്മി പിടിപ്പിക്കണത്. ഞാൻ ഇന്നേ വെച്ച് വെക്കും കേട്ടോ. അപ്പൊ നാളെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. ദേ ചിക്കൻ വറുക്കാനുള്ളതിലിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് അത് മാറ്റി വെക്കുന്നുണ്ടേ. ഇനി അവസാനമായിട്ട് ഒരു 1/2 കിലോ പോർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ദേ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയെല്ലാം നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പം അത്ര ഉള്ള കേട്ടോ.